എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ത് ഞാൻ തൊട്ടാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ വരിക. ഇനി അത് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് പീരിയഡ് കെയർ ആണ്. അതായത് പീരിയഡ്സിന് ശേഷമുള്ള എൻ്റെ ഒരു കെയറിങ് റുട്ടീനാണ്. മന്ത്ലി ഞാൻ ചെയ്യാറുള്ളതാണ്. വീക്ക്ലി സംടൈംസ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അതും ഇൻക്ലൂഡഡ് ആണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ്പ് മാസ്ക് ഉണ്ടാക്കിയതാണ് എൻ്റെ ലിപ്പിന് വേണ്ടിയിട്ട്. ലിപ്പ് ഭയങ്കര ഡ്രൈഡ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇത് വരത്തില്ലേ, ഡ്രൈഡ് ലിപ്സിന് കുറച്ച് ഇങ്ങനെ പാച്ചസ് പോലെ വരും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിപ് ബാം കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ എൻ്റെ ലിപ്പിൻ്റെ മീൻസ് ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഇടയ്ക്ക് ഞാൻ ഒരു ലിപ്പ് മാസ്ക് ഇട്ട് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതിന് ഞാൻ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, ഷുഗർ, അതുപോലെ തന്നെ ഒരു ലെമണിൻ്റെ ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുള്ളൂ, കുറച്ച് മാത്രം. കാരണം അധികം ആവശ്യമില്ല, നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ കോഫി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാനും കാര്യങ്ങളും റിമൂവ് ആവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ അതൊരു സ്ക്രബിങ് എഫക്റ്റ് ആക്കും. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും, അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ലിപ്പിന് അത്രയും മീൻസ് ഭയങ്കര ഹാർഷായിട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും കൂടി മിക്സ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് ഒരു വീക്ക്ലി വൺസ് ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. ഞാൻ മന്ത്ലി വൺസ് ഒക്കെ ഇതിങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഒത്തിരി ടൈമില്ലാത്ത ആൾക്കാർ വീക്കിലി ഇത് ഓരോന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എനിക്ക് അത്രയും വലിയ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും വലുതായിട്ട് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മന്ത്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ലിപ്പിനെ സോഫ്റ്റൻ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ആ ഒരു ലിപ്പിൻ്റെ ആ ക്രാക്ക് കാര്യങ്ങളൊക്കെ മാറ്റും. പിന്നെ നമ്മുടെ ഡെഡ് സ്കിന്ന് നല്ലോണം റിമൂവ് ചെയ്യും കേട്ടോ. മെല്ലെ സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് ഇത്രയും ഇതിൽ ഇരിക്കുന്നത്, പക്ഷേ ഇത് മെല്ലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റോളം നമുക്ക് നമ്മുടെ ലിപ്പിൽ വയ്ക്കാം. എന്നിട്ട് അത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസിലേക്കുള്ള ഫേസ് പാക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബോഡി പാക്കായിട്ട് ഇടും. അതാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേർഡാണ്. എനിക്ക് കേർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഓയിലി സ്കിന്നാണ്, പക്ഷേ എനിക്ക് കേർഡ് യൂസ് ചെയ്യുന്നതിന് ഇതുവരെ എനിക്ക് പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. കേർഡും യൂസ് ചെയ്യാറുണ്ട്, ലെമണും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് മാറിയും കയറിയും യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് നല്ല ടാൻ അടിക്കുവാണെങ്കിൽ ഞാൻ ടൊമാറ്റോയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ യൂസ് ചെയ്തത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ പൗഡറിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഷോർട്സിൽ നോക്കിയാൽ മതി. ആ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വന്നിട്ടുള്ളത് നമ്മുടെ മഞ്ഞൾപ്പൊടി വന്നിട്ടുണ്ട്, കസ്തൂരി മഞ്ഞളാണ്. അതുപോലെ തന്നെ മഞ്ചിഷ്ട, അതുപോലെ തന്നെ ഇരട്ടി മധുരം, പിന്നുള്ളത് നമ്മളുടെ പയറുപൊടിയാണ്. അത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ടാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു സമ്മർ സീസണിൽ ബ്രൈറ്റൺ അപ്പ് ആക്കാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ്. ഞാൻ അതിൻ്റെ കണ്ണിലും കഴുത്തിലും അതുപോലെ തന്നെ എൻ്റെ ചെവിയിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പിരികത്തിലായത് തുടച്ച് കളയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പിരികത്തിൻ്റെ അവിടെയുള്ള രോമങ്ങൾ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മേ ബി ഉണ്ടായാലോ, എനിക്കങ്ങനെ കുറയുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചില ആൾക്കാർക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇത് കഴുത്തിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകിൽ, ചെവിയിൽ, നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ടാൻ ഇല്ലാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടും ആണ്. അപ്പോൾ 20 മിനിറ്റ്സ് വയ്ക്കുക, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. പിന്നെ നമുക്ക് ഹെയറിലോട്ട് പോകാം. ഹെയറിലോട്ട് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു ഓയിലിൻ്റെ കാര്യം. അപ്പോൾ ആ ഓയിൽ വെച്ചിട്ടാണ് ആദ്യം ഡീടാങ്കിൾ ചെയ്യുക. ഡീടാങ്കിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ ഏതെങ്കിലും ഒരു ഇതെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വുഡൻ കോമ്പാണ് എൻ്റെ കയ്യിൽ നോർമലി ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു നോർമൽ ചിപ്പിൻ്റെ അറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എൻഡ് നല്ല രീതിയിൽ ഇതാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഓയിൽ എടുക്കുക. ഇതിനകത്ത് റോസ്മേരി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഹെയർ ഓയിൽ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഹെയർ ഇപ്പം ഭയങ്കരമായിട്ട് ഫ്രിസ്സായിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ കാര്യങ്ങളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഹെയർ നല്ല രീതിയിൽ ലെങ്ത് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല എന്താ പറയുക തിക്നെസ് ഉണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞിട്ട് ഒത്തിരി മുടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഒത്തിരി ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു ഇടയ്ക്കായിട്ട് ഞാൻ ഇപ്പോൾ എഗ്ഗിൻ്റെ മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് കൊണ്ടിട്ടും, അതുപോലെ തന്നെ ഈ കേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ താരന് ഇച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറുന്ന കൊണ്ടിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഹെയർ മാസ്ക് ഉണ്ടാക്കാറുണ്ട്. മന്ത്ലി വൺസ് ആണ് ഞാൻ ഹെയർ പാക്കൊക്കെ ഇടാറുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹെയർ ആ ഒരു തിക്നെസ് കാര്യങ്ങൾ വീണ്ടും എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹാർഷായിട്ടൊന്നും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന ഏലാദീൻ്റെ ഓയിലാണ്. നാൽപ്പാമരാതിയും ഏലാദിയും മിക്സ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഏലാദി മാത്രമായിട്ടാണ്. കാരണം എനിക്കിപ്പോൾ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഏലാദി യൂസ് ചെയ്യുന്നത്. നാൽപ്പാമരാതി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടിൻഡ് ഉണ്ടാവും, അതിപ്പോൾ കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലല്ലാതെ പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്റ്റെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു അതായത് ടാൻ അടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഉണ്ടാക്കി വെച്ച പാക്ക് എൻ്റെ ബോഡിയിലും അതുപോലെ തന്നെ എൻ്റെ നെക്കിലും കാര്യങ്ങളിലും എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഹെയറിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് കാര്യങ്ങൾ നമ്മൾ എല്ലാ മന്തും അല്ലെങ്കിൽ എല്ലാ വീക്കും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. വീക്ക്ലി ഞാൻ യൂസ് ചെയ്യാറില്ല, മന്ത്ലി ട്വൈസ് ആണ് അൺവാണ്ടഡ് ഹെയർസ് കാര്യങ്ങളെല്ലാം ഞാൻ റിമൂവ് ചെയ്യാറ്. അതിനുശേഷം ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ടോണർ, ഗ്ലോ അപ്പ് ടോണറാണ്. നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മളുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം നമ്മൾ പ്രോഡക്റ്റ് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ, ഈ ഒരു സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോൾ അടുത്ത യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഇടാതെ എങ്ങും പോകരുത്. വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട് സൺസ്ക്രീൻ. അത് ഞാൻ വിഷ് കെയറിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഡംഡോക്കിൻ്റെ ആണ് കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ലിപ് ബാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇതിൻ്റെ വീഡിയോയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിപ് ബാം വന്യ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ബാമാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മാറ്റും. നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്ന് ബിഫോറും ആഫ്റ്ററും നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഷെയ്ഡ് ഉണ്ടായിരുന്നു, ആ ഷെയ്ഡ് മാറിയിട്ടുണ്ട്. പിന്നെ കാർമസീൻ്റെ അണ്ടർ ആം റോളോണും കൂടി യൂസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹെയറിലോട്ട് പോകാം. ഹെയറിലോട്ട് പോകുമ്പോൾ ഞാൻ മൈക്രോ ഫൈബറിൻ്റെ ഒരു ടവലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഷാമ്പു കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു എഗ്ഗിൻ്റെ മാസ്ക് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കുറച്ച് ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതങ്ങ് കഴുകി പൊക്കോളും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ എഗ്ഗും ഓയിലും എല്ലാം കൂടി ഇരുന്നിട്ട് ഒരു മാതിരി ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് എഗ്ഗിനകത്തുനിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. എഗ്ഗിൻ്റെ ഒരു പാർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ആൽമണ്ട് ഓയിലുണ്ടല്ലോ, ബദാം ഓയിൽ, അത് ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കണ്ണിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എൻ്റെ സ്പ്ലിറ്റ് എൻഡ്സ് കാര്യങ്ങളൊന്നും എൻ്റെ ഹെയറിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എൻ്റെ ഫേസിൽ എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് യൂസ് ചെയ്യുന്ന എൻ്റെ ബ്രദർ കൊണ്ടുവന്ന ഒരു ലോഷനാണ്. ഈ ഒരു സമ്മർ ടൈമിൽ ബെസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു പ്ലമ്മിൻ്റെ മോഡി മിസ്റ്റാണ്. അത് നല്ല രീതിയിൽ എനിക്ക് സ്മെല്ല് കാര്യങ്ങൾ തരും കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് എൻ്റെ കാലിലും കയ്യിലും എല്ലാം ഞാൻ ഈ സെയിം ക്രീം അപ്ലൈ ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ, സീ യു.